മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡൽഹി ലേണൽ ഓഫീസറായ ജോൺ ബ്രിട്ടാസിന് സംസ്ഥാന മന്ത്രിസഭയിൽ സീറ്റ് നൽകാമെന്ന വാഗ്ദാനം പിണറായി നൽകി കഴിഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും സീറ്റ് നൽകാമെന്നാണ് വാഗ്ദാനം. കേരള സർക്കാർ തമ്മിലുള്ള പാലമായി പ്രവർത്തിക്കുന്ന ബ്രിട്ടാസിനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദിച്ചത് ഇന്നലെയാണ്. അഭിനന്ദനം ബ്രിട്ടാസ് തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്തു. കേരളത്തിന്റെ വിഷയം ഏറ്റെടുത്ത കേന്ദ്രമന്ത്രിയുടെ അടുത്തുപോയി എന്ന് പറഞ്ഞതിൽ സന്തോഷമേയുള്ളൂ. പലതവണ മന്ത്രിയെ കണ്ടിട്ടുണ്ട്. മധ്യസ്ഥം വഹിച്ചു എന്ന് മന്ത്രി പറഞ്ഞത് സത്യമാണെന്നും ബ്രിട്ടാസ് വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായി എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തലിനോട് പ്രതികരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ്. കേന്ദ്രമന്ത്രി പറഞ്ഞത് സത്യം തന്നെയെന്നും പലതവണ മന്ത്രിയെ കണ്ടിട്ടുണ്ടെന്നും മധ്യസ്ഥം വഹിച്ച കേരളത്തിന് വേണ്ടിയെന്നുമാണ് ബ്രിട്ടാസ് വ്യക്തമാക്കിയത്. കേരളത്തിന്റെ വിഷയം ഏറ്റെടുത്ത കേന്ദ്രമന്ത്രിയുടെ അടുത്തുപോയി എന്ന് പറഞ്ഞതിൽ സന്തോഷമേയുള്ളൂ എന്നും ബ്രിട്ടാസ് വിവരിച്ചു. ഞാൻ പലതവണ മന്ത്രിയെ കണ്ടിട്ടുണ്ട്. മധ്യസ്ഥം വഹിച്ചു എന്ന് മന്ത്രി പറഞ്ഞത് സത്യമാണ്. പക്ഷേ PM ശ്രീ കരാർ ഒപ്പിടുന്നതിൽ മധ്യസ്ഥം വഹിച്ചിട്ടില്ലെന്നും ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ യഥേഷ്ടം ഫണ്ട് വാങ്ങിയിട്ട് കേരളത്തെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് പദ്ധതി അംഗീകരിക്കാൻ തയ്യാറാകാത്ത സംസ്ഥാനങ്ങളുടെ നില ദുർബലമാകുന്നത് എന്ന് മന്ത്രി പറഞ്ഞെന്നും ബ്രിട്ടാസ് വിവരിച്ചു. പദ്ധതി നടപ്പാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് നൽകില്ല എന്ന നിലപാട് മാറ്റില്ല എന്ന സൂചനയാണ് കേന്ദ്രമന്ത്രിയിൽ നിന്നും ഉണ്ടായതെന്നും അദ്ദേഹം വിശദീകരിച്ചു. PM ശ്രീ പദ്ധതിയിലെ ഫണ്ട് കിട്ടാത്തത് കേരളത്തിന് നഷ്ടമാണെന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇതാണ്: PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP എന്നാണ് ഇന്നലെ രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. അക്കാര്യത്തിൽ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സർവ്വസമ്മതത്തോടുകൂടിയാണ് PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രവുമായി കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കണ്ട് സമ്മതം അറിയിച്ചിരുന്നു എന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വിവരിച്ചു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിലെ ആഭ്യന്തര തർക്കം മൂലം പദ്ധതി നടപ്പാക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ആശയക്കുഴപ്പമുണ്ടായത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ചേരില്ലെന്നായിരുന്നു കേരളം ആദ്യം മുതലേ സ്വീകരിച്ചിരുന്ന നിലപാട്. LDF സർക്കാരിന്റെ പ്രഖ്യാപിത നയമായിരുന്നു അത്. എന്നാൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ ഘടകകക്ഷികൾ പോലും അറിയാതെ PM ശ്രീ പദ്ധതിയിൽ ചേരുന്നതായി കേരള സർക്കാർ അറിയിക്കുകയായിരുന്നു. എന്നാൽ CPI അടക്കം ശക്തമായ എതിർപ്പ് ഉന്നയിച്ചതോടുകൂടി പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തെ കേരളം അറിയിക്കുകയായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തിരുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറിയാൽ പിണറായി വിജയൻ സർക്കാർ വിവരമറിയുമെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയോടെ വ്യക്തമായിരിക്കുകയാണ്. PM ശ്രീയിൽ തൊടുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് ധനമന്ത്രി ബാലഗോപാൽ മുഖ്യമന്ത്രിക്ക് നൽകി കഴിഞ്ഞു. കാരണം PM ശ്രീയുടെ പേരിൽ കോടികളാണ് കേരളം ഇതിനോടകം തന്നെ കൈക്കലാക്കിയത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം കേന്ദ്ര നയം പാലിക്കാതിരുന്നാൽ മന്ത്രി V ശിവൻകുട്ടിയുടെ അവകാശവാദങ്ങൾക്ക് പുല്ലുവില കിട്ടില്ല. ഫണ്ട് വാങ്ങി ഇഷ്ടം പോലെ ചെയ്യാൻ സർക്കാരിനാകില്ല. കരാറ് പാലിക്കാതിരുന്നാൽ പണം തിരികെ ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിരവധി വഴികളുമുണ്ട്. PM ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സർവശിക്ഷ കേരളയുടെ ഫണ്ട് തടഞ്ഞതുപോലെ കരാറ് പാലിക്കാത്തതിനാൽ മറ്റ് പദ്ധതികളിലെ പണം തടഞ്ഞു വെക്കാൻ കേന്ദ്രത്തിന് കഴിയും. ജോൺ ബ്രിട്ടാസിന്റെ മധ്യസ്ഥയിൽ PM ശ്രീ കരാറ് ഒപ്പിടുന്ന വേളയിൽ ഇത്തരം അപകടങ്ങൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. എന്നാൽ കരാറ് ഒപ്പിടാൻ കഴിയുമെന്ന ഉറപ്പിലായിരുന്നു പിണറായി സർക്കാർ. CPI പദ്ധതിയെ എതിർക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ബിനോയ് വിശ്വം ഇത്തരത്തിലൊരു കൊട്ടേഷൻ നൽകുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമല്ല. CPIയുടെ വിവിധ വകുപ്പുകളിൽ ഇത്തരത്തിൽ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ട്. പ്രതിപക്ഷവും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ കടമെടുത്തത് പിന്നീട് വലിയ തിരിച്ചടിയായിരുന്നു. കിഫ്ബി എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണെന്ന CAG റിപ്പോർട്ട് തള്ളിക്കളയുകയാണ് ഒന്നാം പിണറായി സർക്കാർ ചെയ്തത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് പിന്നാലെ CAGയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വായ്പാ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് തുകയിൽ നിന്ന് വെട്ടിക്കുറച്ചു. സംസ്ഥാന സർക്കാരിന് കീഴിലെ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾക്ക് ഗ്യാരണ്ടി നിൽക്കുന്നതിലും സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. സ്ഥാപനങ്ങൾ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ആ തുക സർക്കാരാണ് നൽകേണ്ടത്. ഇതിനായി ഗ്യാരണ്ടി റിഡക്ഷൻ ഫണ്ട് രൂപീകരിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു. മടിച്ചു നിന്നതോടുകൂടി കടമെടുപ്പിൽ പിടുത്തമിട്ടു.
ഇപ്പോൾ വർഷം 600 കോടിയോളം രൂപ മാറ്റിവെച്ച് ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് രൂപീകരിക്കാൻ സംബന്ധിച്ച കേന്ദ്ര അനുമതി കാക്കുകയാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് ഇടതുകക്ഷികൾ തമ്മിലുണ്ടായ ആദർശ പോരാട്ടത്തിൽ CPIക്ക് മേൽക്കൈയുണ്ടായി. എന്നാൽ വില കൊടുക്കേണ്ടി വരുന്നത് CPMനും. കേന്ദ്രവുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധ CPM അറിയിച്ചതോടുകൂടിയാണ് CPI ഉയർത്തിയ കടുത്ത എതിർപ്പിനും മന്ത്രിസഭയുടെ കൂട്ട ഉത്തരവാദിത്വം എന്ന ചോദ്യം ചെയ്യപ്പെടാവുന്ന പ്രതിസന്ധിക്കും പരിഹാരമായത്. യഥാർത്ഥത്തിൽ ഇത് ആശയ സമരത്തിലൂടെ CPI നേടിയ രാഷ്ട്രീയ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ധാരണാപത്രം ഒപ്പിട്ട സ്ഥിതിക്ക് ഏകപക്ഷീയമായി അതിൽ നിന്ന് പിന്മാറാനാകുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രം കൂടി സമ്മതിച്ചാൽ പരസ്പര ധാരണയിൽ പിന്മാറാൻ വകുപ്പുണ്ടെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. തൽക്കാലം മുഖം രക്ഷിക്കാനില്ലെന്ന നടപടിയായി മരവിപ്പിക്കാൻ പ്രഖ്യാപനം. എന്നാൽ കേന്ദ്രം അനുവദിക്കില്ല. അങ്ങനെ അനുവദിക്കുമായിരുന്നു എങ്കിൽ കേന്ദ്രമന്ത്രി അക്കാര്യം രാജ്യസഭയെ അറിയിക്കുമായിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള CPIയുടെ ഉറച്ച തീരുമാനമാണ് CPMനെ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധമാക്കിയത്. കേന്ദ്രവുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറ് തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നതിനും തുടർ നടപടികൾക്കുമായി CPI മന്ത്രിമാർ അടക്കമുള്ളവർ ഉൾപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്താനുമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ധാരണ. ഇരു കൂട്ടർക്കും വലിയ പരിക്കില്ലാതെ വിധത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്നാണ് കരുതേണ്ടത്. ഭരണത്തിലിരിക്കുന്ന CPMന്റെ ഇടത് നയവ്യതിയാനം ചൂണ്ടിക്കാട്ടി CPI ഇടയ്ക്കുകയും സർക്കാർ വഴിപ്പെടുകയും ചെയ്യുന്നത് ഇത് ആദ്യമായല്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ശക്തമായ നിലപാടുകളിലൂടെ CPMനെ വഴിക്ക് കൊണ്ടുവരാൻ CPIക്ക് സാധിച്ചിട്ടുണ്ട്. കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഗതാഗത മന്ത്രി തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ CPIയുടെ ഉറച്ച നിലപാടിന് വലിയ പങ്കുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നിട്ടും രാജിവെക്കുന്നതാണ് നല്ലതെന്ന കോടതി തന്നെ പറഞ്ഞിട്ടും തോമസ് ചാണ്ടി രാജിവെക്കണമെന്ന ആവശ്യത്തോട് CPM അനുകൂലമായല്ല ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. ഒടുവിൽ പിന്നീട് തിരിച്ചുവരാൻ കഴിയും വിധത്തിൽ ഉപാധികളോടെ രാജിവെക്കണമെന്ന നിലപാട് തോമസ് ചാണ്ടി സ്വീകരിച്ചു. എന്നാൽ അപ്പോഴൊക്കെ ഉപാധികളില്ലാത്ത രാജി എന്ന ഒറ്റ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു CPI. തോമസ് ചാണ്ടി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ച് CPI മന്ത്രിമാർ അന്ന് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചിരുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ തോമസ് ചാണ്ടിയുടെ രാജി ചോദിച്ചു വാങ്ങാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായത്. ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളാനുള്ള CPIയുടെ ശ്രമം പക്ഷേ എല്ലായ്പ്പോഴും വിജയം കണ്ടിട്ടുമില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ തൃശൂർ പൂരം അലങ്കോലമാക്കപ്പെട്ടതും ADGP MR അജിത്കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമെല്ലാം ശക്തമായ നിലപാടാണ് CPI സ്വീകരിച്ചിരുന്നത്. അപ്പോഴും CPIയെ നിഷ്കരുണം അവഗണിക്കാൻ CPMന് സാധിച്ചിരുന്നു. എന്നാൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPMന്റെയും പിണറായിയുടെയും കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയായിരുന്നു.